മോനെ നീ നിന്റെ ഉമ്മയോട് ഛേ എന്നൊരു വാക്ക് പറയല്ലേ, ഉമ്മയോട് ഛേ എന്ന ഒരു വാക്ക് നീ പറയല്ലേ. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ അതിന്റെ അടിയിൽ വന്ന് പറഞ്ഞിരുന്നെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്ക് ഉഫ് എന്ന വാക്ക് അത് ഏറ്റവും താഴെ തട്ടിലുള്ള വാക്കാണ്. അതിന് താഴെ മറ്റൊരു വാക്കില്ല. ആ വാക്ക് പോലും നിന്റെ ഉമ്മയോട് വാപ്പയോട് നീ പറയരുത്. എന്താ ഉഫിനെന്ന വാക്കിന്റെ അർത്ഥമെന്നറിയോ? ഉമ്മയുടെ മുന്നിൽ കടിച്ചു കീറാമെന്നുകൊണ്ട് ഛേ എന്ന് പറയലല്ല. ഉമ്മ എന്തെങ്കിലും പറയുമ്പോ നിങ്ങളത് ചെയ്യണ്ടായിരുന്നല്ലോ, അത് മോശമായി പോയല്ലോ ഉമ്മ, ആശയാണ്. ആശ എന്ന വാക്കാണ്, അല്ലാതെ അതല്ല. പിന്നെയോ നിങ്ങൾ എന്തിനാ ചെയ്തത്, നിങ്ങളത് ചെയ്യണ്ടായിരുന്നല്ലോ, അതുപോലും നിങ്ങൾ പറയരുത്. നിങ്ങൾക്കറിയോ മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹു, മഹാന്മാരെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ പ്രസംഗത്തിലുടനീളം സഹാബത്തിന്റെ കഥകൾ പറയും, മഹാരഥന്മാരായ ഔലിയാക്കളുടെ കഥ പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയുമായി ബന്ധപ്പെട്ട ഓരോ കഥകളും നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഇന്നത്തെ രാത്രി മാറ്റത്തിന്റെ മാറ്റൽ സൃഷ്ടിക്കുന്ന രാത്രിയാകട്ടെ, പരിവർത്തനത്തിന്റെ പടകുത്തുണി മുഴക്കുന്ന രാത്രിയാകട്ടെ. ചരിത്രം പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. അതേ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തലച്ചിറയുടെ മണ്ണില് മറ്റൊരു ചരിത്രം കുറിക്കാൻ വേണ്ടി നിൽക്കുന്ന നാളത്തെ സുപ്രഭാതം പൊട്ടിവിടർന്നിട്ട് അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ കോണിൽ അസ്തമിക്കുമ്പോ, സൂര്യന്റെ കിരണങ്ങൾ പടിഞ്ഞാറൻ കോണിൽ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ പരിശുദ്ധമായ ഉസ്മാനിയ ഹിഫ്ളുൽ കോളേജിന്റെ ഉദ്ഘാടനം ശൈഖുനാ കെ.പി. അബൂബക്കർ ഹളറത്ത് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിനയത്തിന്റെ പ്രതീകമായ എന്റെ അഭിവന്ദനായ ഇരിക്കുന്ന എല്ലാവരുടെയും ഉസ്താദായ മഹാനായ ഉസ്താദ് കെ.പി. ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അനുഗ്രഹീതമായ സദസ് മറ്റൊരു ചരിത്രം കുറിച്ചുകൊണ്ടൊരു നയാ പൈസ പോലും ഇവിടെ ബക്കറ്റ് കളക്ഷൻ അല്ലാതെ മറ്റൊന്നുമില്ലാതെ, വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനോഹരമായ പന്തല് വിധാനിച്ച് അതിനകത്തിരുത്തിയിട്ട് ഫാനിന്റെ കാറ്റിന്റെ ചുവട്ടില് മനോഹരമായി 2 മണിക്കൂർ വയല കേൾക്കാനിരിക്കുമ്പോ, ഇതൊരു ചരിത്രത്തിന്റെ മാറ്റലിയാകട്ടെ, ഇത് പരിവർത്തനത്തിന്റെ പടഹധ്വനിയാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി തീരുമാനമെടുക്കണം. പിണങ്ങിക്കഴിയുന്ന ഉമ്മമാരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞിട്ട് കാൽക്കൽ വീണു മക്കളെ. ഉമ്മയെ ബഹുമാനിക്കാതെ, ഉമ്മയെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗ്ഗം അല്ലാഹു തരൂല. ഇബ്നു മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? ആരാണ് ഇമാം ഔൻ എന്നറിയുമോ? അത് ബസറയിലെ പണ്ഡിതനാണ്. ബസറയിലെ മഹാപണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് ഇമാം ഔൻ റളിയല്ലാഹു അൻഹു. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇമാം ഔനിനെ സംബന്ധിച്ച് പറഞ്ഞതെന്തെന്നറിയോ? റഅയ്തു മുസല്ലിയൻ മിസ്ലാ, ഇതുപോലെ നിസ്കരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇമാം ഔനിനെ പോലെ നിസ്കാരമുള്ള ഒരാളെ മഖ്ലൂക്കിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അത്രയും വലിയ നിസ്കാരക്കാരനാണ്, അത്രയും വലിയ നമസ്കാരക്കാരനാണ് മഹാനായ ഇമാം ഔൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഒരു ദിവസം ഉമ്മ വിളിക്കുകയാണ്, മോനെ ഔനേ. ആരുടെ കഥയാണ് പറയുന്നത്? ബസറയിലെ മഹാപണ്ഡിതന്റെ കഥയാ. ഇബ്നു മുബാറക് തങ്ങളുടെ ഭാഷയില് അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നമസ്കാരക്കാരനാ. അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീഴുന്ന ഏറ്റവും അഗ്രഗണ്യനായ, ഏറ്റവും നിപുണനായ, ഏറ്റവും ഒന്നാമനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിനെ ഉമ്മ വിളിച്ചു, മോനെ ഔനേ. ആ മകന്റെ വിളിക്കുത്തരം, ആ ഉമ്മയുടെ വിളിക്കുത്തരം മകൻ കൊടുത്തത് എങ്ങനെയെന്നറിയോ? ഉറച്ച ശബ്ദത്തിലായി പോയി. ഉമ്മയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിലാ മകൻ മറുപടി കൊടുത്തു. ഉമ്മ ചോദിച്ച, ഉമ്മ വിളിച്ച വിളിക്ക് മകൻ മറുപടി കൊടുത്തപ്പോൾ ബസറയിലെ പണ്ഡിതന്റെ മറുപടി ഉച്ചത്തിലായി പോയി, ഉറക്കയായി പോയി. ഉമ്മാടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമായി പോയി എന്നതിന്റെ പേരില് മനസ്സിന് സഹിക്കാൻ പറ്റാറ്, താങ്ങാൻ പറ്റാറ് എന്റെ ഉമ്മയോട് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചല്ലോ. അല്ലാഹ്, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എന്റെ ഉമ്മയുടെ
നിങ്ങളുടെ പൊരുത്തം എനിക്ക് കിട്ടിയാൽ നീ പൊറുക്കില്ലല്ലോ അല്ലാ. ഉമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കഥയല്ല, ഉമ്മയുടെ മുഖത്തടിച്ച കഥയല്ല, ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോശമായ വർത്തമാനം പറഞ്ഞ കഥയല്ല. പിന്നെയോ ഉമ്മ വിളിച്ചപ്പോൾ, വിളിക്കുത്തരം കൊടുത്തപ്പോൾ ഉമ്മാടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമായി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഇബ്നു മുബാറക് തങ്ങൾ ഏറ്റവും വലിയ നിസ്കാരക്കാരനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ബസറയിലെ മഹാപണ്ഡിതനായ ഇമാം ഔൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? പെട്ടെന്ന് തന്നെ പണമുണ്ടാക്കുകയാ, പെട്ടെന്ന് തേങ്ങ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് രണ്ട് അടിമകൾക്ക് കാശ് കൊടുത്തിട്ട് അവരെ സ്വതന്ത്രരാക്കുകയാ. രണ്ട് അടിമകളെ മോചിപ്പിക്കുകയാ. വലിയ പണം കൊടുത്താലേ ഒരു അടിമയെ കിട്ടുള്ളൂ. അടിമച്ചന്തയിൽ ചെന്നിട്ട് രണ്ട് അടിമകൾക്ക് വില പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരെയും വാങ്ങിയിട്ട് പറയുന്നു, നിങ്ങളിതാ സ്വതന്ത്രരാ, നിങ്ങളിതാ സ്വതന്ത്രരാ. എന്തിന്റെ പേരിലെന്നറിയോ? ഹജ്ജിന്റെ ഏതെങ്കിലും കർമ്മങ്ങളിൽ വീഴ്ച വന്നതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ റമളാൻ മാസത്തിന്റെ പകലില് നോമ്പ് മുറിക്കുന്ന ഏതെങ്കിലും കാരണമുണ്ടായതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പടച്ചവനുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഉമ്മയെ തീറ്റ വിളിച്ചതിന്റെ പേരിലുമല്ല, ഉമ്മ വിളിച്ച വിളിക്ക് മറുപടി കൊടുത്തപ്പോൾ ഉമ്മാടെ ശബ്ദത്തെക്കാൾ ശബ്ദമൊന്നു കൂടിപ്പോയി എന്നതിന്റെ പേരില് രണ്ട് അടിമകളെ മോചിപ്പിച്ച മഹാനാ ഇമാം ഔൻ റളിയല്ലാഹു അൻഹു. ഇത് ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു ഭാഗം നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ? അവ്വാം ഇബ്നു ഖൗശബ് റളിയല്ലാഹു തആല അൻഹു, അവ്വാം ഇബ്നു ഖൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാനൊരു ദിവസം ഒരു പള്ളിയുടെ മഖബറയിലൂടെ നടന്നു പോയപ്പോൾ ആ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നൊരു കഴുതയുടെ കരച്ചിൽ കേൾക്കുകയാ, ഒരു കഴുതയുടെ വിളി കേൾക്കുകയാ. എന്താ കഴുതയുടെ പ്രത്യേകത എന്നറിയോ? ഏറ്റവും വലിയ മോശമായ ശബ്ദം ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാ. ആ കഴുതയുടെ ഓരിയിടല് വല്ലാത്ത അരോചകം സൃഷ്ടിക്കുന്ന ശബ്ദമാ. ആ ശബ്ദത്തിൽ ഖബർസ്ഥാനിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ അല്ലാ അല്ലാ, ഒരു ഖബറടാ പിളർന്നു കിടക്കുകയാ. ആ ഖബറിനകത്തേക്ക് എത്തി നോക്കുമ്പോ ഒരു മനുഷ്യനതാ ഇരുന്ന് വലിയ വായിൽ കരയുകയാ. ആ മനുഷ്യന്റെ പ്രത്യേകത അറിയുമോ? ജസദുഹു ജസദുൽ ഇൻസാൻ, മനുഷ്യന്റെ ശരീരമാണ്, പക്ഷേ റഅസുഹു റഅസുൽ ഹിമാർ, കഴുതയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു മനുഷ്യനാ ഖബറിനകത്തിരുന്ന് വലിയ വായിൽ കരയുകയാ. അത് ഖബറിന്റെ ഭിത്തിക്ക് മുകളിലേക്ക് വരുമ്പോൾ ആ ശബ്ദമതാ കഴുതയുടെ ശബ്ദമായി മാറുകയാ. ആ സമയത്ത് മഹാനായ അവ്വാം ഇബ്നു ഖൗശബ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പകച്ചു നിൽക്കുകയാ. എന്താണ്, ഏതാണ് ഈ ഖബർ? ആരാണ് ഖബറിന്റെ ഉള്ളില്? അതുവഴി പോയ ഒരാളോട് ചോദിച്ചു, ആ ഖബറിന്റെ അവസ്ഥ എന്താ അറിയുമോ? അയാളെ നിങ്ങൾക്ക് ഇല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊരു അസ്ർ നമസ്കാരത്തിന് ശേഷമായി സംഭവം നടന്നത്. ഇതാരുടെ ഖബറാണ്? ആ സമയത്ത് അവിടെ നിന്ന് ആള് പറഞ്ഞു കൊടുത്തു, അതൊരു മനുഷ്യൻ, മദ്യപാനിയായിരുന്ന മനുഷ്യനാ, കള്ളുകുടിയനായിരുന്ന മനുഷ്യനാ. അയാൾക്ക് ഉമ്മയുണ്ടായിരുന്നു വീട്ടില്. ആ ഉമ്മയുടെ മുന്നിലേക്ക് കള്ളും കുടിച്ചു വന്നിട്ട് മോശമായ വാക്കുകൾ പറയുമായിരുന്നു. ആ സമയത്ത് ഉമ്മ അവനെ ഉപദേശിച്ചു, മോനെ മദ്യപിക്കല്ലടാ, കള്ളു കുടിക്കല്ലടാ, മോനെ നന്നാകടാ. ഇത് ഉമ്മ ഉപദേശിച്ച് ഒരു ദിവസം ഉമ്മയോട് അവനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇന്നമാ തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ, കഴുത വിളിക്കും പോലെ വിളിക്കല്ല ഉമ്മ. ഉമ്മയുടെ ഉപദേശം അവന് കഴുതയുടെ സ്വരം പോലെ ചേർത്തിട്ട് പറഞ്ഞു, ഉമ്മ കഴുതയുടെ കരച്ചിൽ കരയും പോലെ നിങ്ങൾ കരയല്ലേ. എന്നാ മനുഷ്യൻ പറഞ്ഞു. കുറെ നാള് കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു. മരിച്ചതൊരു അസർ കഴിഞ്ഞിട്ടാണ്. അയാളെ കൊണ്ടുവന്ന് ഖബറടക്കി. എല്ലാ അസറിന് ശേഷവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഭയമാണ് ഇതുവഴി വരാൻ. നിങ്ങൾ ചോദിക്കും, എത്രയോ ഉമ്മമാരെ ചീത്ത വിളിച്ച മക്കളെ തലച്ചിറയിലെ ഖബറടക്കി, എത്രയോ ഉമ്മ
ഉമ്മമാരെ ചീത്ത വിളിച്ച മക്കളെ കുന്നിക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ കരച്ചില്. അവ്വാം ബിൻ ഖൗസബിനെ പോലെ ധീരന്മാരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവ്വാം ബിൻ ഖൗസബിനെ പോലെ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് കേൾക്കാത്തത്. ഒരു ചെറിയ മൃഗത്തെ കൊണ്ടുവന്ന് ഖബറിന്റെ അടുത്ത് കെട്ടി നോക്ക്. കള്ളുകുടിയന്റെ ഖബറില്, നിസ്കാരമില്ലാത്തവന്റെ ഖബറില്, വ്യഭിചാരിയുടെ ഖബറില്, പലിശക്കാരന്റെ ഖബറില്, റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്നവന്റെ ഖബറില്, ഔലിയാക്കളെ തള്ളിപ്പറയുന്നവന്റെ ഖബറില് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടി നോക്കുവോ? ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഓടുന്നതും കാണാ. എന്തുകൊണ്ടെന്നറിയോ? ജിന്ന് മനുഷ്യ വിഭാഗമല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഖബറാളികളുടെ നിലവിളി കേൾപ്പിക്കുമെന്ന് ലോകത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ ജീവനായ ലോകം കണ്ട ഏറ്റവും വലിയ അനുഗ്രഹീതമായ അനുകരണത്തിന്റെ ആവിഷ്കാരങ്ങള് തന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ടുറപ്പിച്ച സ്നേഹത്തിന്റെയും താല്പര്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഹുബിന്റെയും എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് വാരിയല്ലുകളിൽ നിന്ന് തകർത്ത് പുറത്തേക്ക് വരുന്ന പ്രണയത്തിന്റെ പ്രതീകമായ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു ഭാഗത്ത് ഇമാം ഔൻ റളിയല്ലാഹു അൻഹു ഉമ്മ വിളിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ രണ്ടടിമകളെ മോചിപ്പിക്കുന്നു. ഇപ്പുറത്ത് അവ്വാം ബിൻ ഖൗസബ് റളിയല്ലാഹു തആല അൻഹു കണ്ടത് ഉമ്മ മദ്യപിച്ചു വരുന്ന മകനെ ഉപദേശിച്ചതിന്റെ പേരിൽ കഴുത നിലവിളിക്കുമ്പോൾ നിങ്ങൾ നിലവിളിക്കല്ലേ എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട മകന് മരിച്ചതിന് ശേഷം ഖബറില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ശിക്ഷ, അവന്റെ നിലവിളി പുറത്തേക്ക് വരുന്നത് കഴുതയുടെ ശബ്ദത്തിലാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഉമ്മ നമ്മുടെ ജീവനാകണം, വാപ്പ നമ്മുടെ ജീവനാകണം. നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മൾ ഓരോരുത്തരുടെയും സർവസ്വവുമായി മാറണം. അത് പുണ്യമായ ആരാധനയെന്ന് മാത്രമല്ല, തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബുഖാരിയിലുള്ളത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളെങ്കിൽ പിന്നെ പ്രസംഗമൊന്നും നടക്കൂല. നമുക്കെല്ലാം ഉണ്ട്. ഇത് നമ്മൾ അറിയാത്തതിന്റെ പേരില്ല. നമ്മുടെ സഹോദരങ്ങൾക്കൊന്നും ഈ ബുഖാരി ഏത് മുസ്ലിം ഏതെന്ന് അറിയാത്തത് കൊണ്ടാണ്, അല്ലാതെ വേറെ അവർക്ക് എതിർപ്പുള്ളത് കൊണ്ടോ വിഷമുള്ളത് കൊണ്ടൊന്നും അല്ല. ഒരാൾ ഒരിക്കൽ ജുമാ കഴിഞ്ഞിറങ്ങും വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അത് ബുഖാരി മാത്രം നിങ്ങൾ അംഗീകരിക്കോ? അതെ, ബുഖാരി മാത്രം അംഗീകരിക്കൂ. ഞാൻ പറഞ്ഞത് മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസാണ്, അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ല, അതങ്ങനെ ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നേ ഇല്ല. പാവം. ഞാൻ പറഞ്ഞു, സഹോദര, തലച്ചിറ സലീമുൽ ഹാദി ഉസ്താദ് എന്ന് പറയുന്നത് പോലെ, തലച്ചിറ ഷാജാ മൗലവി എന്ന് പറയുന്നത് പോലെ, തലച്ചിറ അബൂബക്കർ ജീലാനി എന്ന് പറയുന്നത് പോലെയാണ് ബുഖാരി എന്ന് പറയുന്നത്. ബുഖാരി എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ സ്ഥലമാണ്, ബുഖാറ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. പേരും നാടും പോലും തിരിച്ചറിയാതെയാണ് ബുഖാരിലുണ്ടോ എന്ന് നമ്മളിൽ പലരും ചോദിക്കുന്നത്. അത് നമ്മളോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടോ ദീനിനോടുള്ള അനിഷ്ടം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നാ ഒന്ന് വന്നിരിക്കുമോ ഏതെങ്കിലും മതപണ്ഡിതന്മാർ? നമ്മുടെ പ്രസംഗത്തിനല്ല, മതപണ്ഡിതന്മാരുടെ പ്രസംഗത്തിന് വന്നിരിക്കുവോ? അതില്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് അടിവരയിട്ട് മനസ്സിൽ കോറിയിടേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹുവിന്റെ തൗഹീദിന്റെ തൊട്ടുടനെ പറഞ്ഞതാണ് നിങ്ങൾ ഉമ്മയെ ബഹുമാനിക്കണമെന്ന്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുള്ള എല്ലാ മക്കളും ആ പ്രിയപ്പെട്ട ഉമ്മയെ പൊന്നുപോലെ കൊണ്ട് നടക്കണം. ഭാര്യയ്ക്ക് നമ്മൾ ഈ സ്നേഹം കൂടുമ്പോ എന്താ കൊടുക്കുന്നത്? പറഞ്ഞോളി. കൊടുക്കാത്തവര് മക്കൾക്ക് സ്നേഹം നമ്മുടെ ജീവനാണല്ലോ മക്കള്. ഒരിക്കൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ തങ്ങളെ ഇങ്ങനെ വാരി എടുത്ത് മുത്തം കൊടുത്തോണ്ടിരുന്നപ്പോ ഒരു ആദിവാസി കയറി വന്നു. ആദിവാസി എന്ന് പറഞ്ഞാൽ അറാബി കയറി വന്നു. നിങ്ങൾ മുത്തം കൊടുക്കുവോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരുണയുള്ളവനെ കരുണ കാണിക്കാൻ പറ്റൂ.
എങ്ങനെ മുത്തം കൊടുക്കണമെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചു. ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിന്റെ പിടലിയിൽ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് അവന്റെ ദാടിയലിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇതിനപ്പുറം എന്താ നമ്മുടെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്? മക്കളോട് മക്കളെടാ വാപ്പാക്ക് സ്നേഹം വരുമ്പോ എന്താ തരുന്ന? പറ, ഉറച്ചു പറ, ഉറക്കെ പറ. അത് തന്നെ ഉമ്മ. അപ്പൊ മക്കൾക്ക് കൊടുക്കുന്നതിന്റെ പേരെന്താ? മക്കൾക്ക് കൊടുക്കുന്നതിന്റെ പേരെന്താ? ഉമ്മ. ഞാൻ ചോദിക്കുന്നില്ല വാപ്പ ഉമ്മാക്ക് എന്താ കൊടുക്കുന്നതെന്ന്, ഇനിയിപ്പോ ബഹളം ഉണ്ടാവും, വേണ്ട. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വികാരം ഉമ്മയാണ്. ഒരു ചുംബനം തരട്ടെ എന്നല്ല ആരും ചോദിക്കുന്നത്. കാമുകി കാമുകിനോട് ഒരു ചുംബനം തരട്ടെ എന്നല്ല ചോദിക്കുന്നത്, ഒരു ഉമ്മ തരട്ടെ. വേറെ ഒരു വാക്കും കിട്ടിയില്ലേ? ഈ ഉമ്മ ചുംബന കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ സ്നേഹം അങ്ങോട്ട് പ്രകടമാക്കാൻ. എങ്ങനെ പ്രകടമാക്കുക? സ്നേഹം പ്രകടമാക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുക. അറബികളെ കണ്ടിട്ടില്ലേ? അറബികൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ചുംബിക്കും. ഉസ്താദന്മാര് വന്നാൽ അവരുടെ കൈ പിടിച്ച് മുത്തും. അൽഹംദുലില്ലാ. അല്ലാതെ അവർക്ക് ഇനി 10,000ന്റെ കെട്ട് വെച്ചു കൊടുത്താലും നമുക്ക് തൃപ്തി വരൂല. ആ കൈ പിടിച്ചിങ്ങനെ അൽഹംദുലില്ലാ, അതാണ് സന്തോഷം. അപ്പൊ ഈ കൊടുക്കുന്ന സ്നേഹ സമ്മാനത്തിന്റെ വികാരത്തിന്റെ പേര് വാപ്പാന്നല്ല, ഭാര്യ എന്നല്ല, മക്കളെന്നല്ല, പിന്നെയോ അതിന്റെ പേര് ഉമ്മ. അതല്ലേ നമ്മുടെ ഉമ്മ? അത്രയും വിശാലമായ ഒരു സങ്കല്പമാണ് ഉമ്മയെങ്കിൽ ആ പ്രിയപ്പെട്ട ഉമ്മ ഇമാം മുഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരു സഹാബിയുടെ കഥ കേട്ടോ. ഒരു സഹാബിയുടെ കഥ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ ഉറങ്ങുമ്പോ ഫറഅയ്തുനി ഫിൽ ജന്നഹ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലഭ സ്വർഗത്തിലാണ് ഞാനുള്ളത്. ഉറക്കത്തിൽ ഞാൻ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോവുകയാ. അള്ളാന്റെ ഹബീബ് ഉടലോടെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ഉണർവില് ഉറക്കത്തിൽ അള്ളാന്റെ റസൂല് സ്വർഗത്തിൽ പോയിട്ടുണ്ട്. രണ്ടും ഹദീസുകളിൽ കാണാം. ആ ഉറക്കത്തിൽ അള്ളാന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പോയ കഥ പറയുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അഹ്മദ് സിഹാഹു സിത്തയുടെ പണ്ഡിതൻ. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, തുർമുദി, സിഹാഹു സിത്ത അല്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾ അംഗീകരിക്കും. ഈ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവിയാണ് റിവായത്ത് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ പോയി ഉറക്കത്തിൽ ആ സമയത്ത് സമയത്ത് സൗത ഖാരിഇൻ യഖറഊ, സ്വർഗ്ഗത്തിൽ നിന്ന് ആരോ ഖുർആൻ ഓതുന്നു. അല്ലാഹ്, എത്ര ഭാഗ്യം ചെന്നവനാ ഹബീബ്. ഇവിടെ നിന്ന് സ്വപ്നയാത്രയിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗ്ഗത്തിനകത്തിരുന്ന് ആരോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ഞാൻ ചോദിച്ചു മലായികത്തുകളോട്, മൻഹാദാ, ആരാണ് അതിനകത്തിരുന്ന് ഖുർആൻ ഓതുന്നതെന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. എന്നെ കൊണ്ടുപോകുന്ന മലായികത്തുകളോട് സാധാരണ യാത്രയിലെ സഹയാത്രികൾ ജിബ്രീലും മീകായിലുമാണ്. വലത്ത് ജിബ്രീലുണ്ട്, ഇടത്ത് മീകായിലുണ്ട്. എപ്പോഴും റസൂലുള്ളാഹിന്റെ യാത്ര ആകാശത്തിലാകുമ്പോ വലത്ത് ജിബ്രീലും ഇടത്ത് മീകായില്, ഭൂമിയിലാകുമ്പോ വലത്ത് അബൂബക്കർ ഇടത്ത് ഉമർ റളിയല്ലാഹു അൻഹുമാ. എപ്പോഴും റസൂലുള്ള പോകുന്നത് അങ്ങനെയാ. ഒറ്റയ്ക്ക് റസൂലുള്ള പോകൂല. എവിടെ പോയാലും വലത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത്ത് ഉമർ ഫാറൂഖ്. ആകാശയാത്രയാകുമ്പോ വലത്ത് ജിബ്രീൽ, ഇടത്ത് മീകായില്. അങ്ങനെ യാത്ര പോയി ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാദാ, ഇരുന്ന് ഖുർആൻ ഓതുന്നതാരാ? അവര് പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അദ്ദേഹം ഹാരിസത്ത് ബിൻ നുഅ്മാനാ, ഒരു സഹാബിയാണ്. ചെറിയ സഹാബിയല്ല. അദ്ദേഹം ആരെന്നറിയോ? ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ.
ആണുങ്ങളാണ്, പർവ്വത സമാനമായ ചങ്കൂട്ടത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ പാടി പുകഴ്ത്തുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. ഹാരിസത്ത് ബിൻ നുഅ്മാനാണ് നബിയെ ഖുർആൻ ഓതുന്നത് എവിടെയിരുന്ന്? പള്ളിയിലല്ല, സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ബീവി പറയുകയാ, റസൂലുള്ള പറയുകയാണ്, കദാകൽ ബിർ കദാകൽ ബിർ കദാകൽ ബിർ. അതാണ് ഉമ്മയോടുള്ള ബഹുമാനത്തിന് കിട്ടുന്നത്, അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്, അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കാന അബറന്നാസി ബി ഉമ്മിഹി. ഉമ്മയോട് ഇത്രത്തോളം ഗുണം ചെയ്യുന്ന ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാരുടെ കഥയാണ്? നക്ഷത്രതുല്യരായ സഹാബാക്കളിൽ പ്രമുഖനായ മഹാന്മാരായ ബദരീങ്ങളിൽ ഒരാളായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയാ. അദ്ദേഹം കാന അബറന്നാസി ബി ഉമ്മിഹി. ഉമ്മയോട് ഏറ്റവും നല്ല ഗുണത്തിൽ ഇടപെട്ടിരുന്ന സ്നേഹമുള്ള മോനായിരുന്നത്രേ. അല്ലാഹു കൊടുത്ത സമ്മാനം സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുക. തലച്ചിറ പള്ളി കയറി എന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനൊരു അതിന്റെ ഗൗരവത്തിൽ അതിന്റെ വ്യാപ്തി പറഞ്ഞതാണ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മസ്ജിദുൽ ഹറമിൽ പോയാൽ നമുക്കൊന്ന് ഖുർആൻ ഓതാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കഅബാലയത്തിന്റെ അകത്ത് നമുക്കിരുന്ന് ഖുർആൻ ഓതാൻ ഭാഗ്യം കിട്ടിയോ? ഇല്ല. ഇതൊന്നും കിട്ടാത്ത നമുക്ക് സ്വർഗ്ഗത്തിനകത്തിരുന്ന് ഖുർആൻ ഓതിയ ഒരു മകൻ ഉമ്മയോട് കാണിച്ച സ്നേഹത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് നിഷ്പ്രയാസം കഅബയുടെ അകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, റിയാദുൽ ജന്നയിലിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, പരിശുദ്ധ ഹറമിനകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഇതൊക്കെ പോലീസ് അങ്ങ് പൂട്ടിയെന്നിരിക്കട്ടെ, തലച്ചിറ പള്ളിയിൽ ഇരുന്ന് ഓതാൻ പറ്റിയില്ല. ഇമാമും കമ്മിറ്റിക്കാരും കൂടെ പൂട്ടി. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ പൂട്ടൂല. പൂട്ടിയ പള്ളികളുണ്ട് കോവിഡിന്. അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഒരു പള്ളിയിലെ ബോർഡാ, ഇതേതാ? അന്യ മഹല്ല്. കോവിഡിന് എഴുതി വെച്ചിരുന്നതാണ്, അന്യ മഹല്ലുകാർക്ക് പ്രവേശനമില്ല. ഇതൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അള്ളാഹു പണി തന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് പശുവും പാലിന് പണിയരെന്ന് പറഞ്ഞിട്ടില്ലേ? പണി തന്നുകൊണ്ടിരിക്കും. യാചന നിരോധിത മേഖല പള്ളിയിൽ. പണ്ടുള്ളവർ പറയുന്നത് എന്താ? പോയി പള്ളി പറയടാന്നാ. കാരണം എന്താ? പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. മദീനയിലെ കഷ്ടപ്പാടും വിശപ്പും ഉള്ളവൻ പള്ളിയിലാ വരുന്ന. മുളർ ഗോത്രത്തിന്റെ ഒരു സംഘം വന്നപ്പോ നബി തങ്ങൾ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പിരിച്ചു കൊടുത്തു, പള്ളിക്കകത്ത് പിരിച്ചു കൊടുത്തു. സഹീഹായ ഹദീസ്. മുളർ ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾ വന്നപ്പോ നമ്മുടെ പള്ളികൾ എഴുതി വെച്ചിരിക്കുന്നു യാചന നിരോധിത മേഖല. പാവങ്ങൾ പിന്നെ എവിടെ പോവും? പാവങ്ങൾ ഇപ്പൊ ഞെട്ടുന്നപ്പോ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചു, ബഹ്റൈനിൽ നിന്നാ വിളിച്ചത്. ചിലപ്പോ ആ മൂപ്പര് ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും. ബഹ്റൈനിൽ നിന്ന് വിളിച്ചു, എന്നോട് ചോദിച്ചു, ഉസ്താദേ ഈ പിന്നെ പെൺകുട്ടിയുടെ കല്യാണത്തിന് വാപ്പമാര് തെണ്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഞാൻ പറഞ്ഞു, മഹലിലെ ഖാദിയോട് ചോദിക്ക്. ഞാൻ പ്രാസംഗികനാണ്, അല്ലാതെ ഫത്വ പറയുന്ന പണ്ഡിതനല്ല. അല്ല, അത് എന്നാലും കേൾക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതിനെല്ലാം മരുന്ന് വെക്കേണ്ടത്. മുറിവ് അവിടെയല്ല, മുറിവിൽ കൊണ്ടുവന്ന് മരുന്ന് വെക്ക്. കാല് മുറിയമ്മ തലയിൽ മരുന്ന് വെച്ചാ പൊറുക്കോ? മുറിവിന് മരുന്ന് വെച്ച് കെട്ട്. അതെന്താ? ഇങ്ങനെ കെട്ടാൻ നടക്കുന്ന പയ്യന്മാരെ പിടിച്ചിട്ട് വിലക്കണം. ഇത് മതപരമല്ല, അങ്ങോട്ട് മഹർ കൊടുത്താ കെട്ടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതാരാ പറയേണ്ടത്? അടുത്ത ചോദ്യം. അപ്പൊ എനിക്ക് മനസ്സിലായി വശപ്പശകണ്ടെന്ന്. കാരണം ഇത് വരുന്ന വഴി മനസ്സിലായി. നിങ്ങളുടെയൊക്കെ ജോലി എന്തെന്നാണ് ഈ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, മതപണ്ഡിതന്മാര് എത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സംവദിക്കാനുള്ള സമയമില്ല, ഞാനൊരു സ്ഥലത്ത് വഴലിന് പോവുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ വാട്സപ്പിൽ മെസ്സേജ്, എന്റെ എല്ലാം കൂടെ ഉള്ള ആളിന്റെ. ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു മസലയാണ്, അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടുന്നുണ്ടാവും, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളി, എനിക്ക് അത്രയും തരാനില്ല, അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണ്ട എന്നൊക്കെ വെച്ചിട്ട്, എന്നിട്ട് വേണ്ട വേറെ ജോലിക്കൊന്നും പോയിക്കൂടെ? ഇതിങ്ങനെ ഇരിക്കെ ചൊറിഞ്ഞുകൊണ്ട് ഈ ചിലർക്ക് JCBയുടെ പല്ല് ഇതുണ്ടല്ലോ, JCBയുടെ കൈ കൊണ്ട് ചൊറിഞ്ഞു കൊടുത്താൽ പോലെ ഈ നാക്കിന്റെ കടി മാറാത്ത ചില ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിത് ഏത് കൗമാന്ന് മനസ്സിലായി.
ഇത് ഏത് വകുപ്പിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല. അതങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, വിശുദ്ധമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹീതമായ അതിന്റെ ഉള്ളറകളിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു പ്രിയപ്പെട്ട മകനെ സമ്മാനിച്ചത് ഉമ്മയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് എങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമാകേണ്ടത് ആ കാര്യമാണ്. അത്രയും വലിയ സ്നേഹനിധിയായ ഉമ്മയെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കണം. മരണപ്പെട്ട ഉമ്മമാർക്ക് ഇനി എന്താ, വാപ്പയുമ്മയും മരിച്ചു സാറേ, ഇനിയിപ്പോ എന്താ ചെയ്യാ, പള്ളിക്കാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വിഷമിക്കണ്ട. അതിനുള്ള കാരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാചന നിരോധിത മേഖലയും എഴുതി വെച്ചു. അവസാനം അവിടെ നിന്ന് പള്ളികളിൽ നിന്ന് കളക്ഷന് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പള്ളികളിൽ. അല്ലേ? ഇത് പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചു. ആ പൊതുവഴിയല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിലൂടെ ആളുകൾ പൊതുജനങ്ങൾക്കകത്ത് കയറിയിട്ട് വലിയ വലിയ പാത്രങ്ങൾ എടുത്തിരുത്തിയിട്ട് തുഴഞ്ഞു കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പ്രളയത്തില്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മയെ സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കിക്കോളി. അള്ളാഹു നമുക്കതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു തരും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹ് തരുമെന്ന് പറയുമ്പോൾ വെറുതെ അല്ല. നിങ്ങൾക്കറിയണോ, നമുക്കിപ്പോ ഒരു വാതിൽ തുറന്നു കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞില്ല, അബൂബക്കർ സാഹിബിനെ ഞാൻ ഈ അടുത്ത സമയത്താ പരിചയപ്പെടുന്നത്. അപ്പോ ഞാൻ മൂപ്പരുടെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പൊ ഞാൻ തലച്ചിറയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മൂപ്പരുടെ വീട് എവിടെയാണ്? അപ്പൊ ഞാനും കുറച്ച് ഉസ്താദന്മാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, എന്തെങ്കിലും പള്ളിക്കോ അല്ലെങ്കിൽ യതീംഖാനയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാകണം. അപ്പൊ വീട് പറഞ്ഞു തന്നു, അവിടെ ഇന്ന സ്ഥലത്താണ്. മൂപ്പരുടെ വീടിന്റെ വാതില് ആ പുതിയ വീടിന്റെ ആ ഭാഗം അടച്ചിട്ടിരുന്നു. അപ്പൊ നമ്മൾ കരുതി ഉണ്ടാവൂല. അപ്പുറത്ത് ചെന്നപ്പോ തുറന്നു കിടക്കുന്നു. അപ്പൊ മൂപ്പർ അവിടെ നടക്കുകയാണ്. അപ്പൊ മൂപ്പരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യത്തിന് വന്നപ്പോ വാതില് തുറന്നു കിടക്കുമ്പോ നമുക്ക് എന്താണ്, അതിനൊരു സന്തോഷമുണ്ട്. ഇത് പൈസയുടെ വിഷയം ഞാൻ ഉദാഹരണം പറഞ്ഞത് കണക്കൂട്ടണ്ട നിങ്ങൾ. ചില ആളുകൾ ചോദിക്കുന്നു, ഈ പണക്കാരന്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും മുസ്ലിയാക്കന്മാരെ കാണാം, എന്ന ഒരു മൊയ്ലിയാരെ വീട്ടിന്റെ മുമ്പിൽ പണക്കാരനുണ്ടോ എന്നൊരാൾ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി കൊടുത്ത എന്താണെന്നറിയോ? പണക്കാരന്മാർക്ക് ഇൽമിന്റെ മഹത്വം അറിയില്ല, പക്ഷെ പണ്ഡിതന്മാർക്ക് പണത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാണ്. പക്ഷെ ഈ പണക്കാരനെ എല്ലാരും അറിയാം. ഞാനിപ്പോ ഒരു യാത്രയിൽ കടലുണ്ടി തങ്ങളെ കണ്ടപ്പോ എന്റെ ചങ്കാണ് അബൂബക്കർ ജീലാനി. കടലുണ്ടി തങ്ങളെ പറഞ്ഞു. അപ്പൊ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ ആരും കരുതണ്ട മൂപ്പര മൗലിദ് എങ്ങനെ പാടിയിട്ട് പോക്കറ്റ് മാറ്റോണ്ട് പോകാനാണ്. ഞാൻ വാങ്ങയില്ല, തരയില്ല, കൊടുക്കുകയും വേണ്ട. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമ്മുടെ മുന്നിൽ അതിന്റെ വാതിൽ തുറന്നു കിടന്നാൽ നമ്മൾ എത്ര സന്തോഷവാന്മാരാണ്. എന്നാ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനല്ലേ എല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ്? ഈ കമ്മിറ്റിക്കാർ നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? വഴലിന് വന്നില്ലെങ്കിൽ എന്നാ പിന്നെ കാരണമല്ല. നിങ്ങൾ ആരെങ്കിലും മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് തരുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നത്? ഒറ്റ കാര്യം, അള്ളാഹു എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. ആ പറയുന്ന പൊട്ടന്മാരാണെങ്കിലും പറയുന്ന കാര്യം ഒരു ഉൾക്കൊള്ളാനില്ലെങ്കിലും ചെന്ന് ഇരിക്കുന്നത് റസൂല് പറഞ്ഞ സദസ്സിലാണല്ലോ, അങ്ങനെയെങ്കിലും സ്വർഗം കിട്ടുമല്ലോ. ആ ആഗ്രഹത്തിൽ വന്നിരുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ദിവസവും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക. അറിയുന്നുണ്ടോ? സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക ഇതാരറിയുന്നുണ്ട്? എപ്പോഴാ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതൊരു മുസ്ലിം പ്രഭാതത്തിലാകുമ്പോൾ മാതാപിതാക്കൾ ആ മകനെ തൊട്ട് സംതൃപ്തനാണോ, മാതാപിതാക്കൾ ആ മോളെ തൊട്ട് സംതൃപ്തനാണോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ കാന ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന.
സ്വർഗത്തിന്റെ വാതിൽ അവന്റെ നേരെ തുറക്കപ്പെടുകയാ. രണ്ടു പേരാണ് മാതാപിതാക്കള്. ഈ മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ നേരം വെളുത്ത് കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോൾ വാപ്പ മോനേന്ന് സ്നേഹത്തോടെ വിളിച്ചു, ഉമ്മ മോളേന്ന് സ്നേഹത്തോടെ വിളിച്ചു. വാപ്പയും ഉമ്മയും നമ്മളിൽ സംതൃപ്തരാണ്, സംപ്രീതരാണ്. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഉടനെ ചിന്തിച്ചോ, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ സ്നേഹത്തോടെ വിളിച്ച, നമ്മുടെ കാത്ത് നമ്മുടെ വീട്ടിലിരുന്നാൽ, സ്നേഹത്തോടെ ചോറ് വിളമ്പിത്തന്നാൽ, മോനെ നീ എവിടെയാ പോകുന്നത്, എപ്പോഴാ വരുന്നതെന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാ മനസ്സിലാക്കിക്കോ, മഫ്തൂഹാനി മിനൽ ജന്ന. ആ നിമിഷം രണ്ട് വാതിലുകൾ സ്വർഗത്തിന്റെ അല്ലാഹ് തുറക്കുകയാ. ചിലര് ചിന്തിക്കും വാപ്പ മരിച്ചുപോയി ഉമ്മയെ ഉള്ളോ. ഇത് റസൂലുള്ളാഹിയുടെ സഹാബത്തിനും ഉണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, നബിയേ ഇനി ഒരാളാണെങ്കിലോ? റസൂലുള്ളാഹി പറഞ്ഞു, ഇൻകാന വാഹിദാ ഫവാഹിദോ. ഒരാളാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഒരു വാതിൽ അല്ലാഹു തുറന്നു തരും. രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ വിലയറിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോ അവിടെ വിലയറിയില്ലെന്ന്. അത് എന്ത് വിലയാണ്? കണ്ടുകൊണ്ടിരിക്കാനുള്ള പൂതിയല്ല. പിന്നെയോ സ്വർഗത്തിന്റെ രണ്ട് വാതിലുകൾ തുറക്കപ്പെടുകയാ. ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു വാതിലല്ലേ തുറക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയോ മഹാനായ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അശ്ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്ന മോനാ, ഉമ്മാക്ക് നന്നായിട്ട് ഖിദ്മത്ത് എടുക്കുന്ന മോനാ. ആ പ്രിയപ്പെട്ട മകന്റെ വീട് രണ്ട് നിലയാണത്രേ. മുകളിലത്തെ നിലയിലേക്ക് ഉമ്മയെ കയറ്റേണ്ട ആവശ്യം വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകന് തോളപ്പെടുത്ത് ചുമന്നുകൊണ്ടാ മുകളിലേക്ക് പോകുന്നത്. ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മയെ തോളപ്പിരുത്തിയിട്ട് മുകളിലേക്ക് കയറി പോവുകയാ. അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ പോലെ നല്ല മാർബിൾ അല്ലല്ലോ, ഗ്രാനൈറ്റ് അല്ലല്ലോ, ഇന്നത്തെ പോലെ ടൈലല്ലല്ലോ, ഇന്ന പോലെ പരവതാനി അല്ലല്ലോ, ഇന്നത്തെ പോലെ മുസല്ല ഇല്ലല്ലോ. അന്ന് പോകുന്ന വഴിയറിയാമല്ലോ, മണല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണ്ണും വെള്ളവും കൂട്ടിക്കലത്തിയിട്ട് ഈത്തപ്പന ഓലകൾ കൊണ്ടിട്ട് മേൽക്കൂര നിർമ്മിക്കുന്ന വീടുകളാ, തട്ടിമ്പുറങ്ങളാണ്. അങ്ങനെ കയറി പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉമ്മാന്റെ ദേഹത്ത് പറ്റിയാലോ എന്ന് ചിന്തിച്ചിട്ട് ഉമ്മയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മകൻ ചെയ്യുന്നത് എന്തെന്നറിയോ? കുറച്ച് വെള്ളം കൊണ്ടുവന്നിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളിക്കുകയാ. എന്നിട്ട് ഉമ്മാനെ തോളപ്പിരുത്തിയിട്ട് കയറി പോകുന്നു. ചോദിച്ചു, എന്തിനാണ്? എന്റെ ഉമ്മയുടെ മൂക്കിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, വായിലൂടെ പൊടി കയറിയാലോ? അങ്ങനെ പൊടി പുടരാത്ത രീതിയിൽ, പൊടി പറ്റാത്ത നിലയിൽ ഉമ്മയെ നോക്കി വളർത്തിയ പൊന്നുമോനാണ് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമ്മ അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയ ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമ്മയെ പൊന്നുപോലെ നോക്കിയ മോനല്ലേ, ഉമ്മാന്റെ പൊന്നുമോനല്ലേ, പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ശൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? കാനൽ ബിർറു ബിഹാ ബാബൻ മിൻ അബ്വാബിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഗുണം ചെയ്യുന്നത് സ്വർഗവാതിൽ ഓപ്പൺ ചെയ്യാനുള്ള, സ്വർഗവാതിൽ തുറക്കാൻ കാരണമല്ലേ? ഫലമ്മാ മാതത് ഉഗ്ലിക ദാലികൽ ബാബ്. എന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുകയാ. ഇനി ദുനിയാവിൽ വെച്ച് എന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കൂലല്ലോ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കരഞ്ഞു പോയത് എന്ന് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന്റെ കരച്ചിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. കടപ്പാടും കടമകളും തീരാൻ പറ്റുമോ? ഇല്ല. എത്ര എഴുതിയാലും തീരില്ല, എത്ര പാടിയാലും തീരില്ല, എത്ര പറഞ്ഞാലും തീരില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനില് ഉമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കലും ഞാൻ അബൂ ദർദാ എന്ന സഹാബിയുടെ അടുത്തിരിക്കുകയാണ്. മഹാനായ അബൂ അബ്ദുറഹ്മാൻ സലമി എന്നയാൾ താബിആണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ
ഇരിക്കുമ്പോ ഒരിക്കൽ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ അബൂദർദാ തങ്ങളോട് പറയുകയാണ്, അബൂദർദാ തങ്ങളെ, എന്റെ ഉമ്മയും ഞാനും മാത്രമാണ് വീട്ടിലുള്ളത്. ഉമ്മ എന്നെ നിർബന്ധിച്ചൊരു കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്ക് എന്റെ ഉമ്മ മാത്രം മതി. സ്നേഹം പകുത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെപ്പോഴും എന്റെ ഉമ്മയെ കാണണം. എനിക്ക് എപ്പോഴും എന്റെ ഉമ്മയോട് കിന്നാരം പറയണം. എനിക്ക് എന്റെ ഉമ്മയ്ക്ക് എപ്പോഴും സേവനം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോ ഉമ്മ നിർബന്ധിച്ചു. തങ്ങളെ, അബൂദർദാ തങ്ങളെ, ഉമ്മയുടെ വാക്ക് കേട്ട് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഉമ്മ എന്നോട് പറയുന്നവളെ മൊഴിച്ചൊല്ലു മോനെ, അവനെ മൊഴിച്ചൊല്ലു മോനെ, കല്യാണം തലാക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞിരിക്കുകയാ. ഞാൻ എന്താ വേണ്ടത് അബൂദർദാ തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു മാറി നിൽപ്പുണ്ട്. ആ സമയത്ത് അബൂദർദാ തങ്ങൾ എന്താണ് പറയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് കാതുകൂർപ്പിച്ചു നിൽക്കുമ്പോ അബൂ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂദർദാ തങ്ങൾ അയാളോട് പറഞ്ഞത്, ഞാൻ എന്തു പറയാനാ, നിന്റെ ഉമ്മ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. എന്നിട്ട് നീ അതിനെ മൊഴിച്ചെല്ലാം പറയുന്നു. നീ എന്ത് വേണമെന്നല്ലേ ചോദിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എനിക്കാകെ വിഷമമാണ്, സങ്കടമാണ്, ആശങ്കയാണ്. ആ സമയത്ത് അബൂദർദാ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഒരു ഹദീസാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഈ ഒരൊറ്റ ഹദീസ് മാത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു. അൽവാലിദു, മാതാവും പിതാവും, ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തെ വാതിലാണ്. എന്നിട്ട് അബൂദർദാ തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ആ വാതിൽ നിലനിർത്തിക്കോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ, അല്ലെങ്കിൽ നശിപ്പിച്ചോ. രണ്ട് കാര്യം പഠിക്കണം. ഒന്ന്, ഉമ്മ മൊഴി ചൊല്ലാൻ പറഞ്ഞാൽ ആ ഉമ്മ പറയുന്ന വാക്കിനെ വില കൽപ്പിക്കുന്ന മക്കൾ, അതാണ് ബാധ്യത. രണ്ട്, ഉമ്മമാരോട് പറയാനുള്ളത്, കിട്ടിയ അവസരം മുതലാക്കരുത്. പാവപ്പെട്ട മകൻ കല്യാണം കഴിച്ചു വന്ന പെണ്ണിന് കുറവുകൾ ഏറെ ഉണ്ടാവും. നിങ്ങളായിട്ട് അള്ളാന്റെ സിംഹാസനം കുലുങ്ങുന്ന പണി ചെയ്യിപ്പിക്കരുത്. മനസ്സിലായോ? ചില ആളുകൾ പറയില്ലേ, ഭരണം കുലുങ്ങും, ഭരണം വീഴും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ഭരണം വീഴുള്ളൂ. ഭരണം വീണു എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലെ ഭരണം വീഴൂ. എന്തെല്ലാം വിഷയം കേരളത്തിലുണ്ടായി, എന്തെല്ലാം വിഷയം കേന്ദ്രത്തിലുണ്ടായി, ഒന്നും പറയാനില്ല ഞാൻ പറയണത്. അപ്പൊ അപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു? ഭരണം വീണോ? ഇല്ല. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുമ്പോഴല്ലേ ഭരണം വീഴുള്ളൂ, കസേര ചലിക്കുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ സിംഹാസന കിടുകിടാ വിറയ്ക്കുന്ന ഒരു പ്രവൃത്തി ഏതാണ്? അത്വലാഖ്. ഒരാള് തന്റെ ഭാര്യയെ മുത്തലാഖല്ല. ഇന്നത്തെ ആളുകൾ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 4 കെട്ട അനുവാദം കൊടുക്കുന്നു മതം എന്നാ പറയുന്നത്. എടാ 4-ലല്ലടാ, ഒരു പെണ്ണ് കെട്ടുന്നതിൽ ഇസ്ലാം നിയമം വെച്ചു. ആഗ്രഹം ഭയങ്കരമാണ് കെട്ടാൻ, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. എന്നാ എന്താ പറഞ്ഞത്? നീ ഖുർആനും എടുത്തിട്ട് നോമ്പും പിടിച്ച് തലച്ചറ പള്ളിയിൽ പോയിരിക്കാനാ, പെണ്ണിട്ട നടക്കരുതെന്നാ. നീ നോമ്പും പിടിച്ച് പള്ളിയിൽ പോയി, അത് മതി. ഒരു പെണ്ണ് കെട്ടുന്നതിൽ നിയമം വെച്ചതാണ് ഇസ്ലാം, 4 കെട്ടുന്നതിലല്ല. പിന്നെ പറയുന്ന തൊലാക്ക്. തൊലാക്ക് എന്ന് പറയുന്നത് ആ പദത്തോടുള്ള വെറുപ്പാണ്. ഡിവോഴ്സ്, 3 ഡിവോഴ്സ്. എന്താ പ്രശ്നം? ആർക്കും ഒരു വിഷയമില്ല. 3 വിവാഹമോചനം. എവിടെ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. മുത്തലാഖ്, ആകാശം കൊണ്ട് ഇടിഞ്ഞു വീഴുക. അതാ പദത്തിനോടുള്ള വെറുപ്പാണ്.
പക്ഷേ തൊലാക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഒരാളൊരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ ചൊല്ലിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ പദങ്ങൾ സരീഹായോ കിനായത്തായോ സൂചനയായോ വ്യക്തമായോ അവ്യക്തമായോ സ്പഷ്ടമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ എന്തെങ്കിലും ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആ അർശ് ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അവസരം മുതലെടുക്കരുത്. നിങ്ങളുടെ മകനെ വെറുതെ നിങ്ങൾ നരകത്തിൽ വിടരുത്. നിങ്ങളുടെ മകനെ വെറുതെ പടച്ചവന്റെ കോപത്തിനിരയാക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അത്രയും മൂല്യവും അത്രയും വ്യാപ്തിയുമുണ്ട് ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ സ്വാധീനിക്കുന്ന വിഷയത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.